നമ്മൾ 2 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, കോഴിക്കോട് നിന്നുള്ള 2 ഫ്രണ്ട്സ്. ഗൈസ് ഹായ് പറ. ഹായ് ഹായ് ഹായ്. ഇവർ 2 പേരും ഉണ്ട്. സോ ഇവർക്ക് കുറച്ചുകൂടി പരിചയം ഉണ്ട് ഡൽഹി വന്നിട്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ വട്ടമാണ് ഡൽഹിയിലുള്ളത്. സോ ഇവിടെ ഇങ്ങനെ കുറേ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് കേട്ടോ. ഈ ഇതിൻ്റെയും നമ്മുടെ സൈക്കിൾ റിക്ഷ മുതൽ മറ്റേ ടുക്കില്ലേ, ഒരു വണ്ടി ഞാൻ കാട്ടിത്തരാം കേട്ടോ. എല്ലാ രീതിയിലുള്ള ഇതുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ വന്നപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ വെതർ നല്ല വെതറായിട്ട് തോന്നി. വലിയ അലമ്പില്ല വെതർ. കാലത്ത് 5 മണി ആകുമ്പോഴേക്കും നേരം വെളുക്കുന്നുണ്ട്. ഞാനൊരു സാധനം കാട്ടിട്ടുണ്ട്. ഈ സാധനം കണ്ടോ? ഞാനിവിടെ മലേഷ്യൻ ഓരോരുത്തരുടെ ടൂർ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ സംഭവം. ഇങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടോ വന്ദേ ഭാരത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്ട്രിക് ആണെന്നുകൊണ്ട് ഇലക്ട്രിക് ആട്ടാ സാധനം. ഇലക്ട്രിക് ആണ് സാധനം വരുന്നത്. നമ്മളിപ്പോൾ ബ്രോ എങ്ങടെ നമ്മളിപ്പോൾ പോണത്? മെട്രോയിലോട്ടോ? മെട്രോ കയറിയിട്ട് എങ്ങടെ? ഡൽഹിയാ? ന്യൂ ഡൽഹി പോകാൻ കേട്ടോ. അവിടെ പോയിട്ട് എന്താ പരിപാടി? ഇവർക്ക് തന്നെ അറിയുള്ളൂ എന്താ ചെയ്യുന്നത്. ഞാൻ ഇവരൊപ്പം നടക്കണതാ. ഫ്രഷ് ആവണം. അവിടെ നിങ്ങൾക്ക് വല്ല പരിപാടി ഉണ്ടോ? പിന്നെ മാർക്കറ്റിലൊന്ന് പോകണം, കുറച്ച് ചെറിയ മാർക്കറ്റിൽ പോകണം, ഡ്രസ്സ് വാങ്ങണം. എനിക്ക് നാളെ എയർപോർട്ടിൽ ഇടാനുള്ള ഡ്രസ്സ് വാങ്ങണം. എൻ്റെ കയ്യിൽ ട്രൗസർ മാത്രമേ ഉള്ളൂ. അതെ, സത്യമായിട്ടും. മെട്രോയിലേക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ ആണുള്ളത് കേട്ടോ. നേരത്തെ ബാറ്ററി ഓഫായി പോയതാണ്, അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത്. സോ ഇവിടുന്ന് 1 കിലോമീറ്ററാണ് മെട്രോയിലേക്ക് ഉള്ളത്. അപ്പോൾ മെട്രോ കാഴ്ചകൾ കാണാം കേട്ടോ. മെട്രോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഡൽഹിയിൽ ഭയങ്കര ക്രൗഡഡാണെന്ന് കേട്ടിട്ടുണ്ട് മെട്രോ. അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മെട്രോ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാലത്ത് 5 മണിക്ക് ഭയങ്കര തിരക്ക് കേട്ടോ. ഞാൻ തൃശ്ശൂരും അങ്ങനത്തെ ഇതുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ ഒട്ടുക്കത്തെ തിരക്ക് നോക്കി, ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നത്. അപ്പം മെട്രോ ആ സൈഡിലായതുകൊണ്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് നടക്കുക തന്നെയാണ് കേട്ടോ. എന്തായാലും നോക്കി നോക്കാം ഗൈസ്. ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഇങ്ങനത്തെ ഉന്തുവണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈക്കിൾ റിക്ഷ അടിപൊളിയാണ് ഗൈസ്. തിരക്കിനൊരു കുറവില്ല കേട്ടോ. ഞാൻ മെട്രോ ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുകയാണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. ചെറിയ സ്ട്രീറ്റ് സാധനങ്ങളും കാര്യങ്ങളെല്ലാം, ചോറ്, അരി, അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഓട്ടോറിക്ഷ ബാക്കിൽ. ഇതാണ് നേരത്തെ പറഞ്ഞ വണ്ടി. എല്ലാവരും നമ്മളെ ഒന്ന് അപ്രോച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓട്ടോറിക്ഷ വേണോ, റൂം വേണോ, ലോഞ്ച് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്. മെട്രോ 8 മണിക്കാണ് തുറക്കുക എന്നാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡൽഹിയിലുള്ള നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഒരു KSRTC സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അല്ലേ? KSRTC സ്റ്റാൻഡിൽ തന്നെ പറയാം അല്ലേ? കേരള അല്ല, നമ്മുടെ അവിടുത്തെ KSRTC സ്റ്റാൻഡില്ലേ, അതുപോലെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് ഡൽഹി RTC അല്ല, ഡൽഹി RTC അല്ലേ? അതന്നെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്. നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ ഗൈസ്? ഹിന്ദി മാഷ് ഇതിൻ്റെ കുറേ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹിന്ദി അങ്ങനെ അത്രയും പഠിച്ചിട്ടില്ല കേട്ടോ ഞാൻ. അപ്പോൾ ഇവിടെ നിന്ന് 8 കിലോമീറ്ററാണ് നമ്മൾ പോകണം ന്യൂഡൽഹിക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ബസ് എടുക്കാം. 300 രൂപയാണ് 3 ആൾക്ക് പറയണത് കേട്ടോ. അപ്പോൾ 300 രൂപ കൊടുത്ത് 8 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ബസ്സിൽ പോകാൻ വെച്ചിട്ട് ബസ്സിൻ്റെ ഇതുകൊണ്ട് അന്വേഷിച്ച് നോക്കാൻ പോകാം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. 150 രൂപയ്ക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാളിപ്പോൾ കയറിയിട്ടുണ്ട്. മൂന്നാളിപ്പോൾ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആള് ഇപ്പോഴും ന്യൂഡൽഹിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിലും കൂടി ഒരാളെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 വാടക കിട്ടും കേട്ടോ ആൾക്കാർക്ക്. നമ്മുടെ അവിടേക്കാണെങ്കിൽ, നമ്മുടെ തൃശ്ശൂരും അവിടേക്കാണെങ്കിൽ ഈ പറഞ്ഞോളം ആൾക്കാർ വരണം, ആവശ്യക്കാർ കയറിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പക്ഷെ ഇവിടെ ആൾക്കാരിങ്ങനെ വിളിച്ച് കയറ്റും കേട്ടോ. ആ ഒരു മൈൻഡ് സെറ്റ് ആൾക്കാരുടെ ഇത് വ്യത്യസ്തമാണ്. അതെനിക്ക് ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഒരു തോന്നി. അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓട്ടോറിക്ഷയിൽ കയറിയാൽ മതി. ഇവിടെ നമ്മളെ വിളിച്ച് കയറ്റും. കോമ്പറ്റീഷനാണ് ഇവിടെ സീൻ. ആളെ കയറ്റി മെട്രോ സ്റ്റേഷനാണ് പറഞ്ഞത്. ഒരാളെ കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ് ആളുടെ 20 രൂപ 20 രൂപ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊള്ളാൻ കച്ചവടം അടിപൊളിയാ അല്ലേ? വണ്ടി 2 വട്ടം ഞാനിപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് 2 വട്ടം വണ്ടി തട്ടി കേട്ടാ. അതൊന്നും ഒരു കൂസലല്ല. അവരുടെ ആ ബീഡിങ് കണ്ട അവിടെ, ആ ഒരു ഇതിൻ്റെ അവിടെ, അത് ആക്ച്വലി വണ്ടി തട്ടിയാലും ഓരോ ഓട്ടോറിക്ഷ, അതായത് അടുത്ത് കൂടി ഇഷ്ടേ പോണേ. ഭയങ്കര 2 വട്ടം തട്ടി കേട്ടോ. അതിൻ്റെ സൈഡിൽ ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ട്. തട്ടിയാലും കുഴപ്പമില്ല, ബോഡിക്കൊന്നും പറ്റാതിരിക്കാൻ എല്ലാ ഓട്ടോയുടെ സൈഡിലും കേട്ടോ, ചക്രത്തിൻ്റെ മേലെ. അപ്പോൾ ഞങ്ങൾ 4 ആളെയും കൊണ്ട് ആൾക്ക് പോവുക. 20 രൂപ ആളുടെ നിന്ന്, 150 രൂപ ഞങ്ങളുടെ നിന്ന്. ഡൽഹിയിലത്തെ സൈക്ലിസ്റ്റ് അടിപൊളി.
ഡൽഹി സൈക്ലിസ്റ്റ്. സെയിം സൈക്കിളാന്ന് തോന്നുന്നു. KLM റോയൽ ഡച്ച് എയർലൈൻ. അല്ല, എല്ലാവരും സെയിം സൈക്കിൾസാണ് ഉണ്ടല്ലോ ഗൈസ്. അത് മോർണിംഗ് സൈക്കിൾ റൈഡാണ് കേട്ടോ. 15 കിലോമീറ്റർ ഒരു സൈക്കിൾ ചവിട്ടാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ എല്ലാവരും ഒരേ സൈക്കിൾ, പക്ഷേ നോർമൽ സൈക്കിളാണ് കേട്ടോ. ഗിയറും കാര്യങ്ങളൊന്നുമില്ല. ഗിയർ നെയ്യേ നോർമൽ സൈക്കിൾ റൈഡ് കൊള്ളാം. കാലത്ത് ഇപ്പോൾ എത്ര മണി? കാലത്ത് 7:30 ആയിട്ടുള്ളൂ. ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റാണ്, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. അങ്ങനെ അവർ രണ്ടുപേരും ഛത്തീസ്ഗഡിലേക്കാണ് പോകുന്നത്. ഛത്തീസ്ഗഡിലേക്ക് പോകുമ്പോൾ അവർ അവിടെ ഫ്രഷ് ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്മുടെ തറവാട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ. അപ്പോൾ ഞാൻ കേരളത്തിലും നേപ്പാളിലും വ്യാപിച്ചു കിടക്കുന്ന ബാക്ക് പാക്കേഴ്സിൻ്റെ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നോക്കി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചെക്കിങ് ചെയ്ത് ഫ്രഷ് ആവാം കേട്ടോ. 2 ദിവസമായി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷായി തിരിച്ച് നമ്മുടെ അവിടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ. അവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം ഏകദേശം ഒരു 12 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ബാഗും കാര്യങ്ങളും അവിടെ വെച്ചോട്ടെ എന്ന് ചോദിച്ചു. അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞു. ബാഗും കാര്യങ്ങളും അവിടെ വെച്ചു. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന 2 ഫ്രണ്ട്സ് പറഞ്ഞില്ലേ, അവർ അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഫ്രഷ് ആവാൻ പോയിരിക്കുകയാണ്. അവർക്ക് ഛത്തീസ്ഗഡിലേക്കാണ് ബസ് വരണത്. അപ്പോൾ 2 ദിവസമായിട്ട് ട്രെയിനിലിരിക്കണ കാരണം ആ ഒരു മോഷൻ സിക്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ദിവസം ഉറങ്ങിയിട്ടില്ല. എന്നാലും ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. കാലത്ത് ചൂട് കുറവല്ലേ. അപ്പോൾ ഒന്ന് ഈ നമ്മുടെ ഇന്ത്യ ഗേറ്റോ അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയി കണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡൽഹി ഒന്ന് റൗണ്ട് അടിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയാണ് അവർ നിൽക്കണത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഫ്രഷായി ബാഗ് ഹോസ്റ്റലിൽ വെച്ച് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഫുഡ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പുറത്ത് നിന്നിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഫുഡ് ഓരോരുത്തർ ഇങ്ങനെ വന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ എൻ്റെ പൊന്നെ സാധനങ്ങൾ ഫുള്ള് ഇങ്ങനെ സൈഡിലാണ് കേട്ടോ. എനിക്കറിയില്ല ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ മോനെ അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ. സോ എന്തെങ്കിലും കഴിച്ചു നോക്കാം. നോൺ വെജൊന്നും കഴിക്കണില്ല. ദോശ, ഇഡ്ഡലി അങ്ങനത്തെ എന്തെങ്കിലും. നമ്മളിത് കഴിഞ്ഞിട്ട് മറ്റേ മാർക്കറ്റിലേക്ക് പോകണ്ടോ? മാർക്കറ്റിലേക്ക് പോകണ്ടോ? എന്താ പ്ലാൻ? നോക്കണം കേട്ടോ, തീരുമാനമായിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാം. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ഇന്ത്യക്ക് പുറത്ത് പോകുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ കേരളത്തിന് പുറത്ത് ഒറ്റയ്ക്ക് വരണതും ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് നാളെയാണ് നമ്മുടെ ഇത് വരണത്. ഇവിടെ നിന്നാണോ? ഓക്കെ. അപ്പുറത്തുനിന്ന് കഴിച്ചാലല്ലേ ഞാൻ ഇവിടെ ഇരിക്കാൻ കുറച്ചുകൂടി സ്ഥലമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഗൈസ് ഞാനിപ്പോൾ ഒരു ഒണിയൻ ഊത്തപ്പം പറഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഭക്ഷണം കഴിക്കണത്. ഏതാണെന്നിട്ട് പറഞ്ഞ മസാല ദോശ. പിന്നെ ഇവിടെ എന്തോ സൂപ്പല്ലേ? ഇത് ഇഡ്ഡലി സൂപ്പല്ല, ഇഡ്ഡലി സാമ്പാർ. ഇഡ്ഡലിയുടെ ഉള്ളിൽ സാമ്പാർ ഇട്ടിട്ട് അതിനുണ്ട് കഴിച്ചു പോയിട്ട്. ഇവിടെ എല്ലാവരും ഒണിയൻ ഊത്തപ്പം പറയണത് കണ്ടുട്ടോ. അങ്ങനെയാണ് ഞാനും പറഞ്ഞത്. സാമ്പാർ ഇവിടെ രസം പോലെയാണ്. നമ്മുടെ അവിടുത്തെ സാമ്പാറല്ല അല്ലേ? ഒണിയൻ ഊത്തപ്പം കുഴപ്പമില്ല. സാമ്പാർ ഫ്ലോപ്പാണ്. അപ്പോൾ സേഫ് ജേണി വ്ളോഗ് കാണാം. ഇവർ 2 പേരും യൂട്യൂബ് കാണാത്തവരുണ്ട്. ഇങ്ങോട്ട് കണ്ടു തുടങ്ങിയോളൂ. നിങ്ങൾ വ്ളോഗൊന്നും കാണാറില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും നമ്മൾ തന്നെ ഒരു വ്ളോഗാണ്. അപ്പോൾ ശരി ബ്രോ, കാണാം. കോഴിക്കോട് വരുമ്പോൾ കണക്ട് ചെയ്ത് വിളിക്കാം. ഓക്കെ, ബൈ. ശരി. സോ ഗൈസ് അങ്ങനെ അവരോട് വിട പറഞ്ഞ് നമ്മൾ പോവുകയാണ് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് ഉച്ച വരെയത്തെ പ്ലാനുള്ളൂ. ഡൽഹിയിലെ ജുമാ മസ്ജിദ് അങ്ങനെ എന്തോ കുറേ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വ്ളോഗ് ചെയ്യാൻ. പക്ഷേ ഉറങ്ങണം ഗൈസ്. ഉറങ്ങിയാലാണ് നാളെ കാലത്ത് ഫ്ലൈറ്റിന് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പണിയാവും. അപ്പോൾ ജുമാ മസ്ജിദ് ഇന്ത്യ ഗേറ്റ്, പിന്നെ നമ്മുടെ വേറൊരു സംഭവം ഉണ്ട്, പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കുറച്ചൊന്ന് നടന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പ്ലാൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. 4 കിലോമീറ്ററൊക്കെ ഉള്ളത്. അപ്പോൾ മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ട് അറിയാം. എനിക്ക് 10 റുപ്യ 5 റുപ്യ അങ്ങനെയൊക്കെ അറിയില്ല കേട്ടോ. 100 രൂപ 150 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കേണ്ടി വരും അവർ എത്രയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഈ ഗ്യാപ്പിൽ കൂടെ നമുക്ക്
പയ്യെ അങ്ങോട്ട് കുറച്ചൊന്ന് നടന്നു നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ചോദിച്ചിട്ട് എത്ര രൂപ എന്ന് ആദ്യം അറിയാമല്ലോ, എന്നിട്ട് ബുക്ക് ചെയ്യണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. വിലയും കാര്യങ്ങളും അറിയാത്ത കാരണേ. അപ്പോൾ സിഗ്നലൊന്ന് കഴിയട്ടെ. ഇതാ എന്ത് തിരക്കാന്ന് നോക്കി, ഫുള്ള് ഓട്ടോറിക്ഷയാണ് കേട്ടോ. ഭയങ്കര കോമ്പറ്റീഷൻ. അതാണ് ആൾക്കാരിങ്ങനെ വിളിച്ച് കൊണ്ടുപോകണം കേട്ടോ. നമ്മുടെ അവിടേക്കൊന്നും ഇത്ര പേരത്തില്ല, നിറച്ച് ഓട്ടോറിക്ഷ തന്നെ ഉള്ളൂ ഇവിടെ. ഇവിടുന്ന് ഏകദേശം ഒരു 4.5 കിലോമീറ്റർ 5 കിലോമീറ്റർ അടുത്തുണ്ട് കേട്ടോ. 8-10 മിനിറ്റിൻ്റെ ഇതുണ്ട്. അപ്പോൾ അവർ 150 രൂപ പറഞ്ഞു. ഞാനത് 150 രൂപ മാറ്റിയിട്ട് 80 രൂപയ്ക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 80 രൂപ എനിക്കറിയില്ല. 5 കിലോമീറ്റർ ഞാൻ അവർ പറയണ കാശ് കൊടുക്കണില്ല, അതിനാണ് കുറവ് കൊടുക്കണുള്ളൂ. 80 രൂപയ്ക്ക് 5 കിലോമീറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ ഗേറ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ഗൈസ്. താങ്ക് യു. 20 രൂപ കിട്ടിയിട്ടാ. ഞാൻ വെറുതെ ക്യാമറ ഓടി തന്നിപ്പോൾ അവന്മാർ പൂട്ടായിപ്പ് കാട്ടോ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. സോ 20 രൂപ തന്നെ ബാക്കി വന്നിട്ട് ഗൈസ്. ഡൽഹിയിൽ വന്നിട്ട് ഫുള്ള് റെസ്റ്റ് എടുക്കാമെന്നായിരുന്നു കേട്ടോ എൻ്റെ ഒരു ലക്ഷ്യം. കാരണം 2 ദിവസം ഡൽഹി യാത്രയുണ്ട് കേട്ടോ. ഡൽഹിയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് ഡൽഹി 10-ാം തീയതി കയറി 11-ാം തീയതി ഫുൾ ഡേ ഇരിക്കണം. 12-ാം തീയതി കാലത്താണ് എത്തിയത്. അതായത് ഇന്ന് പുലർച്ചെയാണ് എത്തിയത്. സോ അവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണ്ടേ, അല്ലെങ്കിൽ ഫോട്ടോ എടുത്തൊരു സ്റ്റാറ്റസ് എങ്കിലും ഇടണ്ടേ. സോ അതാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഗൈസ്, ഇന്ത്യ ഗേറ്റ്. ഞാൻ കേട്ടിട്ടുള്ളൂ ഇന്ത്യ ഗേറ്റ് എന്നിട്ട് ഇന്ത്യ ഗേറ്റ് എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയപ്പോൾ ഈ സംഭവം ഒരു വാർ മെമ്മോറിയലാണ് കേട്ടോ. 1914 മുതൽ 1921 ഇടയിൽ മരിച്ചിട്ടുള്ള പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് വേൾഡ് വാറിൽ പോയിട്ട് പട്ടാളക്കാർ മരിച്ച് അതിൻ്റെ ഒരു വാർ മെമ്മോറിയലായിട്ടാണ് കേട്ടോ ഈ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യണത്. പണ്ടൊക്കെ ഇന്ത്യയിലേക്കുള്ള ഒരു ഗേറ്റ്, ഇന്ത്യയിലേക്ക് കിടക്കണമെങ്കിൽ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ഉള്ളിലേക്ക് കിടക്കാനുള്ള ഗേറ്റ്, അതായത് ബോർഡർ, ഇപ്പോഴത്തെ ബോർഡർ ഉണ്ടല്ലോ ആ ബോർഡറാണെന്ന് വിചാരിച്ചത്. എൻ്റെ ഒരു മണ്ടത്തരങ്ങൾ ചെറുപ്പത്തിൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെയാണ് വിചാരിക്കട്ടെ. സോ ഇതാണ് ഇന്ത്യ ഗേറ്റ്. അപ്പോൾ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വാർ മെമ്മോറിയലാണ് കേട്ടോ ഈ സംഭവം. ആക്ച്വലി പണ്ട് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പഠിക്കേണ്ട കാലത്ത് പഠിച്ചിരുന്നെങ്കിൽ ഇതെനിക്ക് കാണാപ്പാഠം പറയാമായിരുന്നു. പക്ഷേ ഞാൻ വിക്കിപീഡിയ നോക്കിയിട്ടാണ് പറയണത് ഗൈസ്. എന്തായാലും ആർക്കെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അതിൻ്റെ അടുത്ത് പോയിട്ട് ഒന്നുകൂടി ക്ലോസപ്പിൽ ഒന്നുകൂടി സാധനങ്ങൾ നോക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ ഇവിടെ വന്നിട്ട് കുറേ പേര് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോയും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്മാർ ചോദിക്കും 80 രൂപ 100 രൂപ എന്ന് പറഞ്ഞിട്ട് കാശും വാങ്ങൂട്ടാ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കണ സമയത്ത് മുഖത്ത് കൈവച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഹിന്ദിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എടുത്ത് കാശ് കൊടുക്കില്ല. എന്നാലും നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് നമ്മൾ തന്നെ എടുക്കണം കേട്ടോ. ഇവിടെ എന്തോ ഗാർഡൻ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് ഗാർഡൻ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരുകളും വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നടുവിലൊരു ഫൗണ്ടൈനും കാര്യങ്ങളും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലത്തെ ഞാൻ കണ്ടിട്ടുള്ള പാർക്കുകൾ പോലെയല്ല, പാർക്കല്ല ഒരു ഏരിയ പോലെയല്ല. ഇങ്ങനത്തെ ലോണും അതുപോലെ തന്നെ റെസ്റ്റിംഗ് ഏരിയ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുകയെന്ന് അറിയാമല്ലോ. ഇവിടെ വലിയ ഞാൻ ഇപ്പോൾ ഒന്ന് നോക്കിയിട്ട് എനിക്കറിയില്ല, കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മീനുണ്ടാവുമോ? ഇല്ല, മീനില്ല. എൻ്റെ തെളിനീര് പോലത്തെ വെള്ളമാണല്ലോ, തെളിനീര് പോലത്തെ വെള്ളം കേട്ടോ. അടിപൊളി. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിൽ എത്തിയിട്ടാണ്, തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഓട്ടോറിക്ഷക്കാർ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ടില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മളെ വിളിച്ചു കൊണ്ടുവരുന്നത്. അവിടെ ഞാൻ ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്യാൻ, സൂം ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് രാഷ്ട്രപതി ഭവൻ ഇരിക്കുന്നത് കേട്ടോ. ആ സൈഡിൽ ഇന്ത്യ ഗേറ്റിന് നേരെ ഒരു 2 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. ഞാൻ മാപ്പിട്ട് നോക്കിയപ്പോൾ ഇവിടെ അത്യാവശ്യം ക്രൗഡാണ്. 9 ആയിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ ഈ തണൽ നോക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുകയാണ് കേട്ടോ. അതെ, അതിൻ്റെ മേലെ ഈ ഇതുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നില്ലേ, ടു ദ ഡൈഡ് ഓഫ് ദി ഇന്ത്യൻ ആർമി ഹൂ ഫെൽ ആൻഡ് ഹോണേഡ്. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ സംഭവം കേട്ടോ. ഇത് ഈ ഒരു കാലയളവിൽ മരിച്ച സോൾജേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു മെമ്മോറിയൽ എന്ന് പറഞ്ഞ സാധനം. അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ആൾക്കാരങ്ങോട്ട് എടുക്കുന്നുണ്ട്. പ്ലീസ് ഡു നോട്ട് ടച്ച് ദ മോണ്യുമെൻറ്റ് വാൾ പില്ലർ ആൻഡ് ചെയിൻ. തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓരോരുത്തരും അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. ഞാൻ എന്തായാലും കയറി പോകണില്ല. അവർ പറഞ്ഞത് എന്തായാലും പ്രത്യേകിച്ച് ഡൽഹിയാണ് കഴിച്ച്. അവിടെ ഇതുണ്ട് കേട്ടോ, ആർമിയുടെ പട്ടാളക്കാരൻ നിൽക്കുന്നുണ്ട് ഉള്ളിൽ. ഞാനും വിചാരിച്ചേ പരിചയക്കാരാണ് പോയി നിൽക്കണത്. അതുമ്മ പോയി നിൽക്കണത്. അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്. ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് ഈ ഒരു സംഭവം എങ്ങനെയാണ്, അല്ലെങ്കിൽ നോർമലി ആൾക്കാർ അങ്ങോട്ട് ചാടി കിടക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരാൾ മതി, പട്ടാളക്കാരൻ മതി എല്ലാവരെയും നിയന്ത്രിക്കാൻ, സർവ്വസാധാരണം. സോ ഇതിൻ്റെ സൈഡിലത്തെ ഭാഗമാണ്. ഇവിടെ ഫുള്ള് ഒരു ഗാർഡൻ ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് ഒരു ഗാർഡൻ ഏരിയ. ഇവിടെ നമുക്കൊരു ഫൗണ്ടനും അതുപോലെ തന്നെ ഒരു പാർക്കും പോലെ കാര്യങ്ങളൊക്കെ കാണാം. ഇത് അടിപൊളിയുണ്ട് കേട്ടോ. വൃത്താണ് സംഭവം. കാണാനുള്ളതുണ്ട് ഗൈസ്, കാണാനും ഫോട്ടോ എടുക്കാനുള്ളതുണ്ട് കേട്ടോ. കുറച്ച് നേരം എൻ്റെ ബാക്കിൽ നിൽക്കട്ടെ ഇന്ത്യ ഗേറ്റ്.
ഗൈസ് 2 ദിവസം ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ ആയ കാരണേ നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ചെറിയൊരു ആട്ടം ആടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം വന്നിരുന്നു. ഇവിടെ ഡൽഹിയിൽ ചൂട് ഉച്ചയ്ക്കൊക്കെ 44 എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഡീഹൈഡ്രേഷനും എല്ലാം കൂടി ആകുമ്പോൾ തീരുമാനമാവും. അപ്പോൾ ഞാൻ അധികം വെയിൽ കൊള്ളണില്ല. ഞാനിവിടെ സൈഡിൽ വന്നിരുന്നിട്ട് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ നിന്നും ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു വ്യൂ കാണാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. കാരണം നാളെ ഉച്ചയ്ക്ക് 1:30 ഫ്ലൈറ്റ് വരണത്. ഞാൻ അത് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകണ കാരണം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എന്തെങ്കിലും മണ്ടത്തരം കാട്ടുമോ എന്നുള്ളത് കൊണ്ട് നേരത്തെ തന്നെ പോകാനും പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് കഴിച്ച്. ചെറിയ ആട്ടം സംഭവിക്കുന്നുണ്ട്. 2 ദിവസം അടുപ്പിച്ച് ട്രെയിനിലിരുന്ന കാരണേ സീൻ. നമ്മളൊരു ഊബർ എടുത്തു കേട്ടോ. ഊബർ എടുത്തിട്ട് 2 വീലറാണ് എടുത്തത്. 2 വീലർ എടുത്തിട്ട് നമ്മൾ ആക്ച്വലി നമ്മൾ ന്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു സൂ ഉണ്ടല്ലോ, ലൈക്ക് ആ ഒരു വൈറ്റ് ടൈഗർ ആളെ പിടിച്ചു തിന്നണതും അങ്ങനെ കുറേ വാർത്തകളിൽ ഞാൻ അന്ന് ആ ന്യൂസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചേട്ടാ ഈ വെള്ളക്കടുവേനെയും ഇതിനൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടുത്തെ നാഷണൽ സുവോളജിക്കൽ പാർക്കിലേക്കാണ് പോണത് കേട്ടോ. അതെനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. കുറച്ച് 123 ഏകദേശം 120 125 ഏക്കർ. ഇതേതാ ബസ്? AC ബസ്സാണല്ലോ. 125 ഏക്കർ പരന്ന് കിടക്കുന്നൊരു സംഭവമാണ്. ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. എനിക്ക് എൻട്രി ഫീസും കാര്യങ്ങളൊന്നും എത്രയാണെന്ന് അറിയില്ല. അതൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഡൽഹി ബ്ലോക്കിൽ നിന്നും വിട്ടുകൊണ്ട് നമ്മൾ യൂബർ എടുത്തിട്ട് നാഷണൽ സുവോളജിക്കൽ പാർക്കിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ് നാഷണൽ സുവോളജിക്കൽ പാർക്ക് കേട്ടോ. ഇവിടെ ഇവരുടെ എക്സ്റ്റെൻറ്റായി വരുന്ന മൃഗങ്ങളുടെ ബ്രീഡിങ് വരെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് ഒരു നാഷണൽ സുവോളജിക്കൽ പാർക്കാണ്. സോ ഇവിടെ ആക്ച്വലി ഞാൻ വരാൻ കാരണം നേരത്തെ പറഞ്ഞില്ലേ, കുറേ സ്റ്റുഡൻസിനൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് മൃഗങ്ങൾ വൈറലായിരുന്നു കേട്ടോ വീഡിയോ. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ പ്രൈസ് ചാർജും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കണം. ഓൺലൈനിൽ ടിക്കറ്റിന് 400 രൂപയാണ്. ഇനിയിപ്പോൾ ചെന്ന് നോക്കുമ്പോൾ എത്ര രൂപയാണെന്നുള്ളത് നോക്കണ്ട. ഇവിടെ എന്തോ കൂട്ടം കൂടി ആൾക്കാർ നിൽക്കുന്നുണ്ട്. നാഷണൽ സുവോളജിക്കൽ പാർക്ക് എൻട്രി ഗേറ്റ് 1 ഗേറ്റ് 2 ഹൗ ടു ബുക്ക് ടിക്കറ്റ് ഓൺലൈൻ. ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ. നാഷണൽ സുവോളജിക്കൽ പാർക്കിൻ്റെ ടിക്കറ്റ് ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യാം ഗൈസ്. നമ്മൾ സൂവിൻ്റെ ഉള്ളിലേക്ക് കിടന്നു കേട്ടോ. എൻ്റെ മോനെ ഒടുക്കത്തെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് കാശ് ഉണ്ടാക്കാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാനാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അതിൻ്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ടാണല്ലോ ഈ സാധനം അപ്ലോഡ് ചെയ്യുക. അതിപ്പോൾ വാട്സപ്പിലാണോ യൂട്യൂബിലാണോ ഇടണേന്ന് അവർക്ക് എങ്ങനെ അറിയാൻ പറ്റുക? ഐ ലവ് ഡൽഹി സൂ കുറേ സംഭവങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കാണാൻ. ഇത് എത്ര ഏക്കറിലൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് തല ചുറ്റി വീഴുമെന്നുള്ള പേടിയാണ്. എനിക്ക് ചെറിയൊരു ആട്ടമുണ്ട് ട്രെയിനിൽ വന്ന കാരണം. ആ ഒരു പേടി മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം വെള്ളം കുടിച്ചിട്ടാണ് പോണത്. ഞാനൊരു ഇലക്ട്രിക് ഒരു സ്കൂട്ടർ എടുത്തു കേട്ടോ. അത് കയ്യുമ്മ ഇങ്ങനൊരു സാധനം കെട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിലോട്ട് ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ സംഭവിക്കുന്നത്. ഫ്രണ്ടിൽ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് നടക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് ആടണ പോലെ കേട്ടോ. നമ്മൾ വീഡിയോ മാത്രം ആരോഗ്യം നോക്കണില്ല. സോ ആരോഗ്യം കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ മെയിൻ സാധനങ്ങളുടെ അടുത്ത് എനിക്ക് ആ വെള്ള കളറിലൊരു ടൈഗർ ഉണ്ട്. അതിനാണ് മെയിനായിട്ട് കാണുന്നത് കേട്ടോ. കിട്ടുന്ന സാധനം ഒരു 2-3 ആൾക്കാർ അത് തിന്നിട്ടുണ്ട്. അതെനിക്കറിയാം, ന്യൂസിൽ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ അവർ നിർത്തും. എന്നിട്ട് എന്തോ പറയണ്ട കേട്ടോ. നോട്ടെ, ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞതാണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു ഇതുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ഇറങ്ങാം, എവിടെ വേണമെങ്കിലും ഇതാം. 176 ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യണത് കേട്ടോ. 176 ഏക്കർ സ്ഥലത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് വണ്ടിയിൽ പോകാം, 80 രൂപ മുതലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോരോ ഇപ്പോൾ ഡിയർ, അതുപോലെ തന്നെ വുൾഫ്, പാമ്പ്, ചേമ്പ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നുണ്ടെന്ന് 1300-ലേറെ മൃഗങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. 1300-ലേറെ മൃഗങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് റൗണ്ട് അടിക്കാം. എന്നിട്ട് എവിടേക്കാണ് മെയിൻ സാധനങ്ങൾ എനിക്ക് കാണേണ്ടത് അതിനെ മാത്രം കാണാമെന്ന് വിചാരിച്ചിട്ടോ. അത് ഹിപ്പോപ്പൊട്ടാമസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഓരോന്ന് കാണാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ റിഫ്രഷ്മെൻറ്റ് എന്തെങ്കിലും വാങ്ങി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. ഇതെന്തായാലും കൊള്ള ഏർപ്പാട് കേട്ടോ. അടിപൊളി സംഭവമായിട്ട്. നമുക്കിപ്പോൾ കാലിന് വയ്യാത്തവർ അല്ലെങ്കിൽ അസ്വസ്ഥതയുള്ളവർക്കോ എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നിർത്തി ഇവിടെ ഇറങ്ങി നമുക്ക് വേണമെങ്കിൽ ഒരു കുപ്പി വെള്ളം വാങ്ങാം. എന്നിട്ട് വേണമെങ്കിൽ അടുത്ത വണ്ടിയിൽ കയറി പോവാം. ഒരു മെട്രോ പോലെയാണ് കേട്ടോ ഈ സംഭവം, ഈ കാർഡ് ഉണ്ടെങ്കിൽ. ഗൈസ്, ഞാനൊരു കുപ്പി വെള്ളം വാങ്ങി അതിൽ നിറച്ചു. എന്നിട്ട് ഹിപ്പോപ്പൊട്ടാമസിനെ കാണാൻ വന്നു കേട്ടോ. എൻ്റെ മോനെ എന്ത് സൈസാന്ന് നോക്കി. അതിൻ്റെ മേലെ എന്തോ കോട്ടിങ് ഒക്കെ ഉണ്ടാ.
സ്റ്റാർ ഉരുക്കി ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ മേത്ത്. എൻ്റെ പൊന്നു അടിപൊളിയുണ്ട് കേട്ടോ. ഇപ്പോൾ പൊട്ടാമസ് കേസ് ആദ്യം ഇവനെ കണ്ടിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തോ തിന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. ഇതൊക്കെ ഇങ്ങോട്ട് വരില്ലേ? ഇല്ല, അതിന് ചാടി കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇത്ര വലിയൊരു സ്ഥലത്ത് അതിനിട്ടിരിക്കുകയാണെന്ന് വെച്ചാൽ കൂട്ടിലല്ല ഇട്ടിരിക്കണേ, ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അഴിച്ചു വിട്ടാൽ പോലെയാണ് കേട്ടോ ഇട്ടിരിക്കണത്. അടുത്ത സാധനം വൈറ്റ് ബക്ക് കേട്ടോ. വൈറ്റ് ബക്ക് 40 കിലോ വരും. അവിടെ എന്തോ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുട്ടണിടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടണിടിയാണ്. 2 കൊമ്പന്മാർ എന്നിട്ടാണ്ട് ഇടി. നല്ല ഇടി. എൻ്റെ ദൈവമേ, പൂരടിന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരടി അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫൈറ്റാണ്. കൊമ്പ് ഒടിച്ചിടാനാണ് എന്താണെന്ന് അറിയില്ല. എന്താ വൈറ്റ് ബക്ക് BUCK അടിപൊളി സാധനം കൊള്ളാം. നല്ല കൂട്ടായിട്ട് നിൽക്കുമ്പോൾ കൊള്ളാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അവിടെ നോക്കി അതിൻ്റെ കൊമ്പ് ഒടിഞ്ഞതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കൊമ്പുകളാന്ന് തോന്നുന്നുണ്ട്. ഒരു ഒടിച്ച് കൊഴിച്ച് കളയുക അങ്ങനത്തെ സംഭവമുണ്ട്. ചെറുതിനെ കാണുമ്പോൾ ആട്ടുംകുട്ടിയുടെ പോലെയുണ്ട് കേട്ടോ. ഇവിടെ ചെറുത് പറഞ്ഞിട്ടുണ്ട്, ആട്ടുംകുട്ടിയുടെ പോലെയുണ്ട് സാധനം. എന്തായാലും കൊള്ളാം, ഇത് അടിപൊളിയുണ്ട്. അങ്ങനെ ഞാൻ കാണാൻ പോവാണ് ഏഷ്യാറ്റിക് എന്നാണോ ലയണ്ണ കാണാൻ പോവാണ് ഗൈസ്. ഇതിൻ്റെ ഫാക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ മോനെ ഇങ്ങനത്തെ ഒരു ഇതിൽ അറ്റ്മോസ്ഫിയറിൽ എൻ്റെ പൊന്നേ നോക്ക് സീൻ. അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ സാധനം. സാധാരണ ഞാൻ കൂട്ടിലിട്ടിട്ട് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണണേ. എൻ്റെ മോനെ റെസ്റ്റ് എടുക്കാട്ടാ ചുള്ളൻ. ഇതല്ല ഗൈസ്, വരുന്നുണ്ട് സാധനം വരുന്നുണ്ട്. അത് മാത്രമല്ല, വരുന്നുണ്ട് മക്കളെ, വരുന്നുണ്ട് സാധനം വരുന്നുണ്ട് കേട്ടോ. ഒരെണ്ണമുള്ളോ സാധനം വരുന്നുണ്ട്. ഇത് ട്രെയിലർ മാത്രം. നോക്ക് അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ആൾ നല്ല ഉറക്കാമെന്നുണ്ട്. നമ്മൾ തൃശ്ശൂർ സൂ ഉണ്ട്, അവിടെ പുലി എന്തൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇതിൽ കാണുമ്പോൾ വേറൊരു ഫീൽ കേട്ടോ. യെസ് ഗൈസ്, അടുത്ത് നമ്മൾ ഇതിനെ കാണാൻ പോകാൻ കേട്ടോ. എവിടെയാ? അതും കൂടിൻ്റെ അകത്താണോ? വൈറ്റ് ടൈഗർ ഗൈസ്, വൈറ്റ് ടൈഗറിനെ കാണാൻ പോകട്ടോ. എൻ്റെ ദൈവമേ നോക്കിയേ, ഇതാണ് വൈറ്റ് ടൈഗർ കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണത് കേട്ടോ. എല്ലാം തണലത്ത് റെസ്റ്റ് ചെയ്യണം കേട്ടോ. എല്ലാം ഒന്നും ഓടി നടക്കണില്ല, ഫുള്ള് റെസ്റ്റ് ചെയ്യലാണ് ഫുള്ള്. എന്തോ വലിപ്പം നോക്കി ഗൈസ്. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് ആക്റ്റീവായിട്ടുള്ളത്. എൻ്റെ മോനെ അടിപൊളി സംഭവം കേട്ടോ. അത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധനം കേട്ടോ, തണലത്തിൽ കൂടെ. എന്തൊരു ക്യാമറയിലാണെന്ന് എന്താണെന്ന് അറിയില്ല. തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ആ സൈഡിൽ കൂടെ മാത്രം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ആൾക്കാരുകൾ ഫുള്ള് ഇതുണ്ട്. ഇതിനെ കാണാൻ ഇങ്ങനെ പുലിനെയും കടുവേനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ കൂടുതൽ വരണത്. ആൾക്കാർ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുകൾ വരണത്. ബാക്കിയൊന്നിനും കാണാൻ അങ്ങനെ ആൾക്കാരുകൾ അവിടെ പോയി നിൽക്കണില്ല. ഇത് നോക്കിയേ, അടിപൊളി സാധനം. കാലത്തെ കാർഡിയോ വർക്കൗട്ട് ചെയ്യാന്നുണ്ട് കണ്ട. വെള്ളം അവിടെ ചീറ്റിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ കൊണ്ട് നടക്കാമെന്നുണ്ട് കേട്ടോ. കാട്, വെള്ളം, എന്തെങ്കിലും ചാടി കിടക്കാനുള്ള സാധനങ്ങൾ കണ്ട അവിടെയൊക്കെ ഫുള്ള് ആ ഒരു രീതിയിൽ നടക്കണ കാരണം അപ്പം അങ്ങനെ കാണുമ്പോൾ ഒരു വേറൊരു ഫീല്. ഇന്ത്യക്കാർക്ക് ഇവർ 80 രൂപയാണ് ടിക്കറ്റ് ചാർജ് വാങ്ങണം ഇത്രയും വലിയ ഈ സൂര്യക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ഫോറിനേഴ്സിനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം അവർക്ക് ഫ്രീ ആയിട്ട് ഫുള്ള് ഇതായിട്ട് കൊടുക്കും കേട്ടോ. റിസർവ്ഡ് ആയിട്ട് കൊടുക്കും. അതിന് ഒരാൾക്ക് പെർ ഹെഡ് 400 രൂപയാണ് അവർ വാങ്ങണത് കേട്ടോ. 400 രൂപ, നമുക്ക് 80 രൂപ. ഇതേ ഓരോരോ വണ്ടികൾ വരുന്നുണ്ട്. ഞാൻ ഇതിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് വയ്യാണ്ടായിട്ടാ, വയ്യാണ്ടായത്. ഇതാണ് സംഭവം വരണേ. ഇതാണ് ഇലക്ട്രിക് ആയിട്ടുള്ളൊരു ഒരു ഓട്ടോറിക്ഷ എന്നൊക്കെ പറയാറില്ല. ഓട്ടോ ഒരു 6-7 പേർക്കൊക്കെ ചെയ്യാം. 6-7 പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കേട്ടോ. फ्रंट में नीचे बाहर जा रही है गाड़ी अब। आउटसाइड तो इनसाइड जाने के लिए और दोबारा घूमना है, पहले स्टैंड पे उतरना। नेक्स्ट स्टैंड। हाँ, എന്തായാലും ഇത് वहाँ से थोड़ा वॉक करके जाना पड़ेगा। ओके, दोबारा गाड़ी पकड़ना। വേറെ എന്തോ സംഭവം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കുറച്ച് നേരം യാത്ര ചെയ്യട്ടോ. വണ്ടി നടന്ന് വയ്യാണ്ടായി. പോണ 2 മുസ്ലിങ്ങളുണ്ടല്ലോ, ടർക്കി എന്നാണ് വരണേന്ന് കേട്ടോ. അപ്പോൾ അവർക്ക് ഈ ടിക്കറ്റ് ഇല്ല, ഈ ബാഡ്ജ് ഇല്ലാത്തതുകൊണ്ട് അവരെ ഇതിൽ കയറ്റില്ല കേട്ടോ. അപ്പോൾ ഈ വണ്ടിയിൽ കയറ്റണമെങ്കിൽ ഈ ബാഡ്ജ് വേണം. 80 രൂപയ്ക്ക്. അവർക്ക് അതറിയില്ല, കുറച്ച് പ്രായമായവരാണ്. അപ്പോൾ അവർ ഒന്നും കൊണ്ടാക്കി ചേട്ടാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വണ്ടിയിൽ കയറി ഒറ്റയ്ക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ് ഗൈസ്. ഉച്ച വരെ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് നടക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമിൽ AC റൂം അവർ എടുത്തിട്ടുണ്ട്. ഹോസ്റ്റൽ നേരത്തെ കാട്ടിയെന്നില്ലേ, അതിൽ പോയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി ഫുള്ള് വണ്ടിയിലിരുന്ന് കാണാം കേട്ടോ. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കൊള്ളാൻ പരിപാടി. നല്ലോണം മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട് കേട്ടോ ആൾക്കാരുകൾ വന്ന്. ടീക്കെ
മറ്റേ മാനും നേരത്തെ കണ്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. 176 ഏക്കറിൽ കുറേ സംഭവങ്ങളുണ്ട്, എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വയ്യാണ്ടപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കും. ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ബൈസൺ, അവിടെ ബൈസൺ, ഇവിടെ മറ്റേ പാമ്പ്, അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഗൈസ്, തൃശ്ശൂർക്കാർ ഈ സാധനം കാണാത്തതല്ല, എന്നാലും യുവന്മാർ നല്ലോണം കളിക്കുന്നുണ്ട് കേട്ടോ. ആക്റ്റീവാണ് ഈ സാധനം. ഒരാൾ മണ്ണ് വാരി ഇതിൻ്റെ ബാക്കിൽ നിന്ന് കളിക്കുന്നുണ്ട്. ഞാൻ കാട്ടിത്തരാം. ഇത്ര നേരം മണ്ണ് വാരി മേത്തിക്കോടെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതേ കുട്ടിയാന വരണം, കുട്ടിയാനല്ല വരണത്, അത് മണ്ണ് വാരി കളിച്ചുകൊണ്ടിരിക്കുക. അതേ മണ്ണ് വാരി ഇടുന്നത് കണ്ട, മേത്തിക്ക് മണ്ണ് വാരി ഇടുന്നത് കണ്ട. ചിലപ്പോൾ വെള്ളം വാരി എറിയാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം അവിടെ മണ്ണ് വാരുന്നു. ഇത് കൊമ്പൻ വലിക്ക്, തുമ്പിക്കൈ എടുത്ത് വലിക്ക്, വെള്ളം വലിക്ക്. അവിടെ ഒരു സ്രോതസ് ഉണ്ട് കേട്ടോ. അതേ അവിടെ ഒരു വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് കണ്ട ഈ കുളത്തിലേക്ക്. എല്ലാം മാൻമെയ്ഡാണ് കേട്ടോ, എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അവിടെ ഒരു ആനപ്പാപ്പാനുണ്ട്, ആകെ കൂടി കൂട്ടിൽ ധൈര്യത്തോടെ ഇരിക്കുന്നത് ഒരു ആനപ്പാപ്പാൻ അതിൻ്റെ ഉള്ളിലിട്ട്, ആ ഷെഡിൻ്റെ ഉള്ളിൽ. ആന വെള്ളം കോരി ഒഴിച്ചാൽ നല്ല രസമായിരുന്നു അതിനെ. വെള്ളത്തിലിറങ്ങി മേത്തുനിന്ന് ചെളി പോണതൊക്കെ ഇതിൻ്റെ ഫുള്ള് തലയിലൊക്കെ ഫുള്ള് മണ്ണ് വാരിയിട്ടിരിക്കുകയാണ് കേട്ടോ, മണ്ണ് വാരിയിട്ടിരിക്കുക. എൻ്റെ പൊന്നെ, ഇതിന് ഇത്ര താഴ്ച ഉണ്ടായിരുന്നാ? ആ ആന ഫുള്ള് മുങ്ങിയിട്ടായില്ലേ, നല്ല താഴ്ചയുണ്ടല്ലോ അപ്പോൾ ഇത്. അവൻ കാണുമ്പോൾ ജസ്റ്റ് കാല് മാത്രം നനയാനുള്ള സംഭവം വിചാരിച്ചിട്ടാ, പക്ഷെ നല്ല താഴ്ചയുണ്ട്. ആന ഫുള്ള് മുങ്ങി വെള്ളത്തിൽ നീരാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, നീരാടി നിന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ തലയെക്കൂടെ വെള്ളമണി വെച്ചാൽ അല്ലെങ്കിൽ മുങ്ങി തുടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി. വാലൊക്കെ പൊക്കുന്നുണ്ട് കേട്ടോ ആള്, നമ്മളെ കളിപ്പിക്കുക. നെത്തിക്ക് വെള്ളം തെളിപ്പിച്ച് തുടങ്ങണ്ട. അതെ ഞാൻ പറഞ്ഞില്ലേ വെള്ളം തെളിപ്പിക്കുന്നു. അമ്മാതിരി ചൂടാ. ഡൽഹിയിൽ ഇപ്പോൾ 44-48 ഡിഗ്രി അങ്ങോട്ടാണ് കേട്ടോ ചൂട്. 44 അങ്ങോട്ടാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഗൈസ്, നമ്മൾ റെപ്റ്റൈൽ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ, കാറ്റഗറി. എന്നിട്ട് റെപ്റ്റൈൽസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പാമ്പ്, ആമ, മുതല, പിന്നെ ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കാണാൻ വേണ്ടിയിട്ട് എൻട്രി ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ. ചെറിയൊരു സബ്വേ പോലെ ഒരു സംഭവം, റെപ്റ്റൈൽ ഹൗസ്. ഗൈസ്, പാമ്പിനൊക്കെ ഇന്ന് കാണാം. ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇങ്ങനെയാണ് കേട്ടോ, ഈ ചില്ലിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ളതാണ്. ഇത് എന്നിട്ട് ഇന്ത്യൻ റോക്കി പൈത്തൺ. എൻ്റെ പോലെ മലമ്പാമ്പലാണ്. ഓ മലമ്പാമ്പ് എൻ്റെ ദൈവം എന്തൊരു സൈസാലേ. ഇങ്ങനെ അഴകോഴായിട്ട് കിടക്കണം കേട്ടോ മരത്തിൻ്റെ മേലെ. നിങ്ങൾക്ക് കാണാണ്ട ഇതിൻ്റെ തല നോക്കി, ഇതാണ് അതിൻ്റെ തല കേട്ടാ. ഓ മോനെ, ഇതിൻ്റെ തല നോക്കി. അവിടെ ആ അറ്റത്തൊരെണ്ണുണ്ട് കേട്ടോ. അത് ഇതാ അറ്റത്ത് അവിടെ ഒരെണ്ണം കാണാം. ഇത് ഈ സൈഡിൽ ഒരെണ്ണുണ്ട്, മൂലയിലായിട്ട് ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഇര വിഴുങ്ങി കിടക്കാൻ കൊണ്ടുണ്ടാവും, അല്ല എലീനിയ എന്തിനെങ്ങനെയൊക്കെ ഇര വിഴുങ്ങി കിടക്കാന്നുണ്ട്. റാറ്റ് സ്നേക്ക് യൂഷ്വലി ഷോൺ ഡ്യൂറിങ് ആക്ടിവിറ്റി ആൻഡ് മേ ബി ഫൗണ്ട് ഓൺ ലാൻഡ്, ട്രീസ് ആൻഡ് റൂഫ് ടോപ്സ് ഓഫ് ഹ്യൂമൻ ഷെൽട്ടേഴ്സ്. ശരിയാ, ഇത് ഇര വിഴുങ്ങിണ്ടെന്നുണ്ട്. എന്തൊക്കെ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വയറ് കണ്ട, അതിൻ്റെ വയറ് വീർത്തിട്ടുണ്ട് കേട്ടോ. ഡൈഡം സ്നേക്ക് ഇത് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഓരോന്നിൻ്റെയും. ചിലതിനൊന്നും കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. അതിൻ്റെ ഉള്ളിൽ കിടക്കണത് കണ്ടോ, ഒരു ചട്ടിയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ അത്. അങ്ങനെയാണ് 6ാമത്തെ സെക്ഷൻ ഉള്ളത്. പിന്നെ 7ാമത്തെ സെക്ഷൻ വീണ്ടും ഇന്ത്യൻ റോക്ക് പൈത്തൺ. അമ്പോ, അതിൻ്റെ ഉള്ളിലാണ് കിടക്കണ കേട്ടോ, ആ സാധനത്തിൻ്റെ ഉള്ളിലാണ് കിടക്കണത്. കണ്ട, അതിൻ്റെ ഉള്ളിലാണ് കിടക്കണേ. എൻ്റെ പൊന്നെ, ഹെവി സൈസ് സാധനം കേട്ടോ, ഹെവി സൈസ്, നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനം. പിന്നെ ഇത് അതിൻ്റെ ഓരോ പ്രോട്ടോടൈപ്പ് അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ്. കുറേ അതിനെ കാണാൻ ഭയങ്കര പാടാട്ടോ, കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് തന്നെ നമുക്ക് അറിയില്ല. എന്നിട്ട് മോണിറ്റർ ലിസാർഡോ, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കുക. ചിലതിനെ കിട്ടാൻ പാടാം. ഇതെൻ്റെ മോണിറ്റർ ലിസാർഡ് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. ഇതൊന്നും ഒക്കെ ഈ പറഞ്ഞോണം ഇങ്ങനത്തെ സാധനങ്ങളാണ്. പാമ്പ് അങ്ങനത്തെ. ഇന്ത്യൻ റോക്ക് പൈത്തൺ വീണ്ടും സെയിം സാധനങ്ങളാണ്. അത് ഓരോ ഇതിലായിട്ട് ഇട്ടിരിക്കണതാണ് കേട്ടോ. ഇത് അണലിയല്ലേ, ഇന്ത്യൻ സാൻഡ് ബോവ. ഇതിനൊന്നും കാണാനൊന്നുമില്ല കേട്ടോ, പാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഒരേ കളറായതുകൊണ്ടേ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ സുവോളജിക്കൽ പാർക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടാ എനിക്ക് ആ കടുവേനയും ഇതിനൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്തായാലും വെറുത്താണ്. 80 രൂപയ്ക്കുള്ളത് കാണാനുള്ളതുണ്ട് കേട്ടോ. പ്ലസ് ഒരു 80 രൂപ നമ്മുടെ ഈ റൈഡിന് വേണ്ടിയിട്ട് കേട്ടോ, ഈ റൈഡിന് വേണ്ടിയിട്ടും. അങ്ങനെ മൊത്തത്തിൽ 160 രൂപ കൊടുത്ത് കാണേണ്ട സംഭവമാണ്. നിങ്ങളും ഇപ്പം തന്നെ കണ്ടത് കേട്ടോ. സോ അങ്ങനെ നമ്മൾ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ എത്തിയിട്ടാ. യൂബർ തന്നെയാണ് വിളിച്ചത്. ഊബർ വിളിച്ചിട്ട് ഹോസ്റ്റലിൽ എത്തിയത്.
ഒരു രക്ഷയില്ലാട്ടെ സംഭവം എ സിയിൽ വന്ന് കയറിയപ്പോഴാണ് സമാധാനമായത്. ആക്ച്വലി ഇവരുടെ ഓടിക്കലൊരു രക്ഷയില്ലാട്ടാ. ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ ആണെങ്കിൽ ഈ വഴിക്ക് വരണമെങ്കിൽ പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു. അതുപോലത്തെ ഓടിക്കലാണ് ഇവർ ഓടിക്കുക കേട്ടാ. റോഡിൻ്റെ നടുവിലൊക്കെ ഇട്ടിട്ടാണ് ചിലപ്പോൾ ഓട്ടോറിക്ഷക്കാർ ആൾക്കാരെ വിളിച്ച് കയറ്റാം, ആൾ കയറാന്ന് പറയില്ലേ, അതുപോലെയാണ് ഡൽഹി. എന്തായാലും ചെറിയൊരു അനുഭവം ഡൽഹി കാര്യങ്ങളൊക്കെ ചെറിയൊരു ഐഡിയ കിട്ടി. സോ നമ്മൾ ഹോസ്റ്റലിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ് ഹോസ്റ്റൽ. ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹി ഹോസ്റ്റലിൽ വരുന്നത് കേട്ടോ. സംഭവം കൊള്ളാം. ഇനി ഇപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. എനിക്ക് 3 വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ഈ ടിക്കറ്റ് ഡിജി യാത്ര വഴി കണക്ട് ചെയ്യാനുണ്ട്. അതിൻ്റെ എന്തോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഡിജി യാത്രയിൽ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ പണികളുണ്ട്. റെസ്റ്റ് എടുക്കണം. ഞാൻ ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ആടുന്നുണ്ട് കേട്ടോ ആ ട്രെയിനിലിരുന്നിട്ട്. സോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. ഇങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ട് വീഡിയോ. നമ്മുടെ ചാനലൊന്ന് അറിയിക്കുക, ആൾക്കാരെ കൊണ്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. കിടലൻ വ്ളോഗുകൾ വരാനുണ്ട്. ഡൽഹി കഴിഞ്ഞു. നാളെ നമ്മൾ കാലത്ത് 9 മണിക്ക് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോകും. നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യത്തെയാണ്. അവിടെ ഇനി എന്തൊക്കെ മണ്ടത്തരാണോ കാട്ടിക്കൂട്ടാന്ന് എനിക്കറിയില്ല. സ്റ്റേ ട്യൂൺ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണല്ല. സോ വേറെ ഒന്നും എനിക്ക് വേണ്ട, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.